ഇംഗ്ലീഷിലോ മലയാളത്തിലോ ശരിയായി വിവർത്തനം ചെയ്യാൻ പറ്റാത്ത വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫിനിഷ് വാക്കുണ്ട്. ഒരു മനുഷ്യനെ 30 നാസികൾക്കെതിരെ അൺസ്റ്റോപ്പബിൾ ഫോഴ്സാക്കി മാറ്റുന്ന ഒരു വാക്ക്. അതാണ് സിസു. ഞാൻ ഈ ഫിന്നിഷ് ആക്ഷൻ ത്രില്ലർ ഇന്നലെയാണ് കണ്ടത്. ജൽമാരി ഹെലൻഡർ എന്നൊരു ഡയറക്ടർ ചെയ്ത സിനിമയാണ്. 90 മിനിറ്റ്സ് പ്യുവർ അഡ്രിനാലിൻ റഷ്. പിന്നെ ഈ സിനിമ അത്ര പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല, പക്ഷേ കാണേണ്ടതിൻ്റെ ഒരു റീസൺ ഞാൻ പറയാം. അത് നമുക്ക് സിസു എന്നാൽ എന്താണെന്ന് നോക്കാം. ഇതൊരു ഫിനിഷ് കോൺസെപ്റ്റാണ്. എക്സ്ട്രീം ഡൈവേഴ്സിറ്റിയുടെ മുന്നിൽ എക്സ്ട്രാ ഓർഡിനറി ഡിറ്റർമിനേഷനോടെ നിൽക്കുക എന്നുള്ളത്. മരണം കൺഫേം ആണെങ്കിൽ പോലും ഒരു പോടാ പുല്ല ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്ന പരിപാടി. ഇത് കറേജ് അല്ല, അതുക്കും മേലെ ഒരു സർവൈവൽ ഫ്യൂറി. ഈ സിനിമ ആ വാക്കിൻ്റെ എംബോഡിമെൻ്റ് ആണ്. കഥയുടെ രത്നച്ചുരുക്കം എങ്ങനെയാണ്? വേൾഡ് വാർ നടക്കുന്ന സമയത്ത് തൻ്റെ സർവീസ് കഴിഞ്ഞ് നാട്ടിൻപുറത്ത് തൻ്റെ പുരയിടത്തു നിന്നും നമ്മുടെ നായകനൊരു സ്വർണത്തിൻ്റെ പാറ കിട്ടും. അതിനങ്ങ് സിറ്റിയിലുള്ള ബാങ്കിൽ കൊണ്ടുകൊടുത്ത് സേഫ് ആക്കണം. ഇതാണ് മിഷൻ. പക്ഷേ റഷ്യൻസിൻ്റെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന നാസികൾ സ്കോർച്ച്ഡ് നടത്തി വരുന്ന ആ വഴി കടന്നു വേണം ഇയാൾക്ക് സിറ്റിയിലെത്താൻ. നാസികൾ ഇയാളുടെ കയ്യിലെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകാൻ നോക്കും. പിന്നീടാണ് മനസ്സിലാകുന്നത് നായകൻ മാണിക്യമല്ല, ശരിക്കും ഭാഷ ആയിരുന്നെന്ന്. പിന്നെ എന്ത് നടക്കും എന്നുള്ളതാണ് കഥ. ടൈറ്റ് സ്ക്രീൻ പ്ലേ, 90 മിനിറ്റ് പോകുന്നു അറിയില്ല. ബോറടിപ്പിക്കുന്ന ഒരു സാധനവും ഈ സിനിമയിലില്ല. നമ്മുടെ ലീഡ് ആക്ടർ, അയാൾക്ക് ഡയലോഗൊന്നുമില്ല. അവസാനം ഒരു ഡയലോഗ് കണ്ട് പറയാം, അത്രേ ഉള്ളൂ. പക്ഷേ അയാളുടെ മുഖം അത്ര എക്സ്പ്രസീവാണ്. വേദന, ദേഷ്യം, മരിക്കാൻ വയ്യെന്നുള്ള അബ്സല്യൂട്ട് റെഫ്യൂസൽ. പിന്നെ ആ നാസീസ്, അവരുടെ ഫിയർ ബിൽഡപ്പ് ആവുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സീൻ ബൈ സീൻ അവർക്ക് മനസ്സിലാവുന്നത് അവർ വേട്ടക്കാരല്ല, വേട്ടയാടപ്പെടുകയാണെന്നുള്ള കാര്യം. പിന്നെ സിനിമാറ്റോഗ്രാഫിയും കളർ പാലറ്റും ഒരു രക്ഷയില്ലാത്ത പരിപാടി. സൗണ്ട് ഡിസൈൻ ആണെങ്കിൽ ഇറ്റ്സ് വിസറലി അൺകംഫർട്ടബിൾ എന്ന് വേണം പറയാൻ. എന്നുവെച്ചാൽ നമുക്ക് ആ ബോംബിടുന്ന സൗണ്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതൊരു സ്പാഗറ്റി വെസ്റ്റേൺ സ്റ്റൈലിൽ എടുത്ത സിനിമയാണ്. മുക്കാലം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വൈഡ് ആംഗിളും എക്സ്ട്രീം ക്ലോസപ്സും ഒക്കെ അത്രയ്ക്ക് രസമായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി വാട്ട് ഐ ഡിഡൻറ്റ് ലൈക്ക്, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ അങ്ങ് പരണത്ത് കയറ്റിയിട്ട് വേണം ഈ സിനിമ കാണാൻ. ചില കാര്യങ്ങളൊക്കെ വളരെ അൺസയൻറ്റിഫിക് ആണ്. അവയൊക്കെ ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ കിടിലം പടം. ഇത് റിയലിസ്റ്റിക് ആകാൻ ട്രൈ ചെയ്യുന്നില്ല ഈ സിനിമ. ഇതൊരു പ്യുവർ റിവെഞ്ച് ഫേബിളാണ്. ഇത് ചോദിക്കുന്നത് രക്തത്തിന് പകരം സിസു ഫ്ലോ ചെയ്യുന്ന ഒരാൾ ഉണ്ടായിരുന്നെങ്കിലോ എന്നുള്ള ചോദ്യമാണ്. ഇത് ബ്രൂട്ടലി സ്റ്റൈലൈസ്ഡ് ആണ്. വേൾഡ് വാർ ടൂവിൽ സെറ്റ് ചെയ്ത ഒരു ബ്ലഡി ഫോക്ക് ടെയിൽ. റിയലിസം വേണ്ട, മരിക്കാൻ വയ്യെന്ന് പറയുന്ന ഒരാൾ നാസീസിനെ ഇടിച്ച് പപ്പടമാക്കുന്നത് കാണണമെങ്കിൽ, ഒരു വൈൽഡ് വെസ്റ്റേൺ സ്റ്റൈലിൽ ജോൺ വിക്ക് കാണണമെന്നുണ്ടെങ്കിൽ നേരെ ആമസോൺ പ്രൈമിലിട്ട് വയ്ക്കും. അതിന് പറ്റിയ സിനിമയാണിത്. പിന്നെ ഇതുപോലത്തെ സിനിമ സജഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് എന്ത് ചോദിക്കുന്നറിയാമല്ലോ, ഫോളോ ഓർ സബ്സ്ക്രൈബ്. താങ്ക് യു. അടുത്ത സിനിമ കണ്ടിട്ട് പിന്നെ കാണാം.